ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ മസാല വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്കൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. ശേഷം അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം എരിവ് കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടതുകൊണ്ട് തന്നെ കുറച്ചധികം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരുപാട് സമയം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അതൊന്ന് ഞാനിങ്ങനെ ചിക്കി കൊടുത്തതാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് പൊടി. ഇത്രയും മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുള്ളൂ. ശേഷം എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ മസാലപ്പൊടിയുടെ പച്ച മണമൊക്കെ പോയി ഒന്ന് സെറ്റായി വരും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കായിരുന്നു. അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, പൊടിയായിട്ട് കട്ട് ചെയ്തത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മസാലയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ മൈദയൊക്കെ ഇട്ടാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും വെറൈറ്റികളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഇഷ്ടം. എരിവൊന്ന് ബാലൻസ് ചെയ്ത് പോയാൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ റമദാനിൽ മാത്രമല്ല ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൈ ഇളക്കാതെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊന്നിങ്ങനെ കുറുകി ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു കുറുകിയ ഒരു പരുവത്തിലാകുമ്പോൾ ഒരു ഫില്ലിങ്സ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുറുക്കിയെടുക്കണം. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് പോലെയാവും. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡിയായി. ഇനി ബ്രെഡാണ്. ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷൻസൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം ഫില്ലിങ്സ് എടുത്തിട്ട് നല്ല എല്ലാ ചുറ്റിലും വെച്ച് കൊടുക്കണം. സൈഡിലൊക്കെ നല്ല ഫില്ലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെറും ബ്രെഡ് മാത്രമായി പോകും. അങ്ങനെ നല്ല ഫില്ലായിട്ട് എല്ലാ സൈഡിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ബ്ലാങ്ക് ആയിട്ടുള്ള ബ്രെഡ് കിട്ടില്ല. നല്ല മസാലയോട് കൂടിയിട്ട് തന്നെ എല്ലായിടത്തും മസാല എത്തിയിട്ടുള്ള കിട്ടും. അപ്പോൾ ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ അതൊന്ന് സ്റ്റിക്കായി കിട്ടും. ശേഷം നമുക്കിതൊന്ന് സെൻറ്ററിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡിലും ഞാൻ മസാല വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള മെത്തേഡാണ്. അതിനായിട്ട് ഇവിടെ 2 മുട്ട ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ചുറ്റും നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചുറ്റിൽ നന്നായിട്ട് തന്നെ മുട്ട എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മുക്കി കൊടുക്കണം. ശേഷം അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ ഇതാക്കി കൊടുക്കണം. മസാലയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ. ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബ്രെഡും ബ്രെഡ് ക്രംസൊക്കെയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നോക്കിയിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മസാലയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള മെത്തേഡുകളും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല പൊളി വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ചീസും സോസും ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു മസാലയാണ് ഇതിലുള്ളത്.
അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം, റെസിപ്പീസ് ഉണ്ട്, വ്ളോഗ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. നല്ല സൂപ്പർ ഇഫ്താർ റെസിപ്പി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.